സ്ക്രീൻ കാണുന്നുണ്ടോടാ? കാണാം. കാണാം. ഓക്കെ. നോട്ട് കാണാമോ? ഓക്കെ. ഓക്കെ. നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മധുര ഫോർട്ട് ആണ്. മധുര ഫോർട്ട് ചെറിയൊരു ഷോർട്ട് ടോപ്പിക് ആണ്. സോ ഇറ്റ് ഇസ് അതർവൈസ് കോൾഡ് മൈസെറ്റോമ പീഡിസ് എന്നാ പറയുന്നത്. സോ ആസ് എ വേർഡ് സജസ്റ്റിംഗ്, ആ വേർഡ് തന്നെ ഉണ്ടല്ലോ, ഫോർട്ട് എന്ന് പറയുമ്പോൾ എന്താ, ഫൂട്ടിന് വരുന്ന ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് എ ക്രോണിക് ഗ്രാനുലോമാറ്റസ് കണ്ടീഷൻ ഓഫ് ദ ഫുഡ് ഇൻവോൾവിംഗ് സബ്ക്യൂട്ടീനിയസ് ആൻഡ് ഡീപ്പർ ടിഷ്യൂ. സബ്ക്യൂട്ടീനിയസ് ടിഷ്യൂ ഉണ്ടായിരിക്കും, പ്ലസ് നമ്മുടെ ഡീപ്പർ ടിഷ്യൂസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവും. അങ്ങനെ ഇൻഫെക്ഷൻ വന്നിട്ട് ഇറ്റ് കോസസ് മൾട്ടിപ്പിൾ ഡിസ്ചാർജിങ് സൈനസ്. ആൻഡ് ദ ഇൻഫെക്ഷൻ ക്യാൻ ബി ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, ഓർ ഇറ്റ് ക്യാൻ ബി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. And it was first identified in Madura, so it's called Madura fort. That's important alla, just ortha madi. So it is fungal or bacterial infection. Main ആയിട്ട് cause ചെയ്യുന്ന organism എന്ന് പറയുന്നത് നൊക്കാർഡിയ, മധുര പോലുള്ള ഓർഗാനിസംസ് ആണ്. ബാക്ടീരിയ നമ്മൾ പറയുകയാണെങ്കിൽ ആക്നോമൈസിസ് പോലുള്ള ബാക്ടീരിയാസ് ആണ് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത്. ആൻഡ് ഹിയർ യു ഹാവ് ദ പത്തോജെനിസിസ്. പത്തോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗാനിസംസ് ഫസ്റ്റ് നമ്മളുടെ കാലിലേക്ക് എൻ്റർ ചെയ്യും. ദാറ്റ് ത്രൂ ദ ഫൂട്ട് വഴി എന്തെങ്കിലും പ്രിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെയർ ഫൂട്ട് വഴി നടക്കുമ്പോൾ കാലിലേക്ക് ഓർഗാനിസം എൻ്റർ ചെയ്തിട്ട് ഇറ്റ് റീച്ചസ് ഡീപ്പർ പ്ലെയിൻ, ഡീപ് ടിഷ്യൂസിനകത്തേക്ക് എത്തുക. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ. നമ്മൾ ഇൻഫെക്ഷന്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, ഇറ്റ് ലീഡ്സ് ടു ക്രോണിക് ഗ്രാനുലോമാറ്റസ് കണ്ടീഷൻ. ആൻഡ് എങ്ങനെ പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പെയിൽ, പെയിൻലെസ്, ഫേം നോഡ്യൂൾ ആയിരിക്കും. അതായത് പെയിൽ ആയിട്ടുള്ള, പെയിൻലെസ് ആയിട്ടുള്ള ഫേം നോഡ്യൂൾ ആയിരിക്കും. ആൻഡ് അതെന്തായിട്ട് മാറും, വെസിക്കിൾസ് ആയിട്ട് മാറും. ഇനി ഇത് ബേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജിങ് സൈനസ് ഫോം ചെയ്യും. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് ഇങ്ങനെ സൈനസ് സെക്രീഷൻസ് ഉണ്ടാവാൻ സൈനസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് പെത്തോളജി. ഇനി ഓർക്കാളെന്ന് വെച്ചാൽ ഈ ഗ്രാന്യൂൾസ്, ഇതിനകത്തുള്ള ഗ്രാന്യൂൾസ് പല കളർ വരാം. അതാ ഇങ്ങനെ കാണിച്ചേക്കുന്നത്. ബ്ലാക്ക് ആകാം, അല്ലെങ്കിൽ റെഡ് ആവാം, യെല്ലോ ആവാം. ഇഫ് ദ ഗ്രാന്യൂൾസ് റെഡ് കളർ ആണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ദാറ്റ് സബ്ക്യൂട്ടീനിയസ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അതേസമയം റെഡ് കളറോ യെല്ലോ, ഞാൻ കളർ മാർക്ക് ചെയ്തില്ല, റെഡോ യെല്ലോ കളർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് നമ്മൾ ഇൻഫെക്ഷൻ ഡീപ്പ് പ്ലെയിനിലേക്ക് പോയിട്ടുണ്ട്, അതായത് ബോണിലേക്കൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആയിട്ടുണ്ട്. മനസ്സിലായോ? അത് ഗ്രാന്യൂൾസിന്റെ കളർ വെച്ച് നമുക്ക് പറയാൻ പറ്റും. ഇനി പറയുന്ന വെച്ചാൽ ഇൻവോൾവ്മെന്റ്, അതായത് എവിടെയൊക്കെ ഇൻവോൾവ്മെന്റ് വരാം, അതാ ടിക്കറ്റേക്ക് നോക്കിയാൽ മതി. അതായത് മസിൽ ഇൻവോൾവ് ചെയ്യും, ടെൻഡൻസ് ഉണ്ട്, ബോൺസ് ഉണ്ട്, നെർവ് ഉണ്ട്. ആൻഡ് നോട്ട്സ് ഇൻവോൾവ്മെന്റ് യൂഷ്വലി ഇല്ല. പക്ഷേ നോട്ട്സ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ദർ ഇസ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അതായത് ഇതിന്റെ ഫീച്ചർ ആയിട്ട് നോഡ് ഇൻവോൾവ്മെന്റ് പറയത്തില്ല, പക്ഷേ ഇൻ കേസ് പേഷ്യന്റിന് നോഡ് ഇൻവോൾവ്മെന്റ് കാണുന്നെങ്കിൽ അതെന്താ പറയുന്നത്, ദർ ഇസ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. അത്രേ ഉള്ളൂ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? നമ്മൾ ഈ പറഞ്ഞ പത്തോജെനിസിസിൽ നിന്ന് തന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയാം. പെയിൻലെസ് ആയിട്ടുള്ള ഒരു പെയിൽ സ്വെല്ലിംഗ്, ഞാൻ എഴുതിയിട്ടില്ല കാരണം ഈ പത്തോളജി തന്നെ ഉള്ളതുകൊണ്ടാണ് എഴുതാത്തത്. ഒരു പെയിൻലെസ് ഡിഫ്യൂസ് സ്വെല്ലിംഗ് ആണ് ഇൻ ദ ഫുഡ്. ഓക്കെ, ലോങ് ഡ്യൂറേഷൻ, ഒരു പെയിൻലെസ് സ്വെല്ലിംഗ്. പിന്നെ എന്തായിട്ട് പ്രസന്റ് ചെയ്യും, മൾട്ടിപ്പിൾ ഡിസ്ചാർജിങ് സൈനസ് ആയിട്ട് മാറും. ലിംഫ് നോഡ് ഇൻവോൾവ്മെന്റ് ആക്ച്വലി ഇല്ല, ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റീവ് ഓഫ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇനി വെരി സിവിയർ കേസിനകത്ത് ലിംബ് ഡിസബിലിറ്റീസ് ഉണ്ടാവാം. ഇതാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി വാട്ട് ആർ ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്? നമ്മൾ പറഞ്ഞില്ലേ ബോൺ ഇൻവോൾവ്മെന്റ് ഒക്കെ വരാമെന്ന്. സോ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ക്യാൻ ബി ക്രോണിക് ഓസ്റ്റിയോമൈലൈറ്റിസ്, TB ഓസ്റ്റിയോമൈലൈറ്റിസ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാർസിനോമ പോലുള്ള ഫീച്ചേഴ്സ് ആവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ പറയാൻ എളുപ്പമാണ്. എന്താണ്, ഫസ്റ്റ് ഡിസ്ചാർജ് ഉള്ള ഒരു സംഭവം യു ക്യാൻ ഗോ ഫോർ എ ഡിസ്ചാർജ് സ്റ്റഡി. കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ചെയ്യാം. ഡിസ്ചാർജ് സ്റ്റഡി ചെയ്യുമ്പോൾ ഫിലമെന്റസ് ആയിട്ടുള്ള ഓർഗാനിസം നമുക്ക് കിട്ടും, ഫംഗൽ ഓർഗാനിസത്തിന്റെ. ഇനി ഫംഗസ് ആയതുകൊണ്ട് കൾച്ചർ ചെയ്യാം. മീഡിയം സെബറോസ് ഡെക്സ്ട്രോസ് അഗർ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രാം സ്റ്റെയിൻ ഉണ്ട്. ഗ്രാം പോസിറ്റീവ് ആണോ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് ആണോ എന്ന് കണ്ടുപിടിക്കുക. ഈ ആക്നോമൈക്കോസിസ് ആണെങ്കിൽ ഒരു സൺ റേ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി ബോൺ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, എക്സ്റേ ഫൂട്ട് എടുക്കുക. എക്സ്റേ ഓഫ് ദ ഫൂട്ട് ഇസ് ഡൺ ടു ലുക്ക് ഫോർ ഓസ്റ്റിയോമൈലൈറ്റിസ്. ഈ ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞില്ലേ. ആൻഡ് ഇനി അത് വെച്ച് ട്രീറ്റ്മെന്റ് പറയും. ഇപ്പൊ ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ യു ഗോ ഫോർ ആന്റി ഫംഗൽ. ഏത് ആന്റി ഫംഗലാ കൊടുക്കുക? ആംഫോടെറിസിൻ ആണ് ആന്റി ഫംഗൽ. ഇനി ലോങ് ടേം പെൻസിലിൻ കൊടുക്കും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ. ടാപ്സോൺ പറഞ്ഞു, അയഡൈഡ് ഉണ്ട്. ആൻഡ് വെരി സിവിയർ കേസിനകത്ത് യു ഗോ ഫോർ എന്ത് ചെയ്യണം, ആംബ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും. അപ്പൊ അത്രേ ഉള്ളൂ അബൌട്ട് മധുര ഫുഡ്. ഓർഗാനിസം എന്താണ്, ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ, ഫുഡ് എഫക്ട് ആവും, ഡിസ്ചാർജിങ് സൈനസ്, ഡീപ് ടിഷ്യൂസ് ഇൻവോൾവ്മെന്റ് ഉണ്ട്. പത്തോജൻസിസ് പറയുമ്പോൾ ജസ്റ്റ് ഓർക്കുക, കാലിൽ കയറി ഇൻഫെക്ഷൻ ആയി ഡീപ് ടിഷ്യൂസിലേക്ക് പോയിട്ടുണ്ട്. പെയിൻലെസ് നോഡ്യൂൾ ആയിട്ടായിരിക്കും പേഷ്യന്റ് പ്രസന്റ് ചെയ്യുന്നത്. എവിടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ട്, മസിൽ, ടെൻഡൻ, ബോൺസ്, നെർവ്. നോഡ്സ് ആക്ച്വലി ഇല്ല, ഉണ്ടെങ്കിൽ ഇൻഡിക്കേറ്റീവ് ഓഫ് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ. ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാണ് ആൻഡ് വാട്ട് അബൌട്ട് ദ ട്രീറ്റ്മെന്റ്. ഇതാണ് മധുര ഫുഡ്. ഇതാണ് അതിന്റെ ഫിഗർ.
സ്പ്രെഡ് ചെയ്ത് ഡിസ്ചാർജിങ് സൈനസ് ഒക്കെ കണ്ടോ? ക്ലിയർ ആയോ ഇത്? ഓക്കെ, നെക്സ്റ്റ് പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കാർബങ്കിൾ ആണ്. അതുപോലെ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് കാർബങ്കിൾ. അപ്പൊ ഈ കാർബങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് വേർഡിൽ തന്നെ ഉണ്ട്. കാർബങ്കിൾ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ചാർക്കോൾ എന്നാണ്. ചാർക്കോൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഒരു ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമുക്ക് ഇവിടുത്തെ പ്രസന്റേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ഇൻഫെക്റ്റീവ് ഗാംഗ്രീൻ ഓഫ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഇൻഫെക്റ്റീവ് ഗാംഗ്രീൻ ആണ് എഫക്റ്റിംഗ് സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ. ഓർഗാനിസം എന്താണ്? സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ആണ് മെയിൻ ഓർഗാനിസം. ഇതിന്റെ കോമൺ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നേപ്പ് ഓഫ് നെക്ക് ആൻഡ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നെക്കിന്റെ ബാക്ക് വശം, അതുപോലെ ബാക്ക് സൈഡ് ഓഫ് ദ ബോഡി. ഇതാണ് കോമൺ സൈറ്റ്. കോമൺ ആർക്കാ വരുന്നതെന്ന് ചോദിച്ചാൽ ഡയബറ്റിക് പേഷ്യന്റ് ആയിരിക്കും ആഫ്റ്റർ 40 ഇയേഴ്സ് ഓഫ് ഏജ്. ഏജ് പറയുമ്പോൾ 40 ഇയേഴ്സ്, എബവ് 40 ഇയേഴ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 40 ഇയേഴ്സ്. ഓക്കെ, ആൻഡ് കോമൺ മെയിൽസിനകത്താണ്. ഇതാണ് കോമൺ ഫീച്ചേഴ്സ്. ഇനി പത്തോളജി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് നമുക്ക് ഇൻഫെക്ഷൻ വന്നു, ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിലെത്തി ഇൻഫെക്ഷൻ ആയെന്ന് വിചാരിക്കുക. അത് കുഞ്ഞു കുഞ്ഞു വെസിക്കിൾസ് ഫോം ചെയ്യും. ആ വെസിക്കിൾസ് സീവ് ലൈക്ക് പാറ്റേൺ എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പ പോലെ അറേഞ്ച് ചെയ്യും ഈ വെസിക്കിൾസ് വന്നിട്ട്. അതിനുശേഷം ദർ വിൽ ബി ഡിസ്ചാർജിങ് സൈനസ്. അതിൽ നിന്ന് ഇങ്ങനെ സൈനസ് വന്നു, അതിൽ നിന്ന് പസ് സെക്രീഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി എന്തുണ്ടാവും? ഇത് ഫൈനൽ അറേഞ്ച്മെന്റ് എന്ന് വെച്ചാൽ നടുക്ക് സെന്ററിൽ ഒരു നെക്രോട്ടിക് ഏരിയ, സെൻട്രൽ നെക്രോട്ടിക് അൾസർ. അത് ചുറ്റിനും ആണെങ്കിൽ പെരിഫറൽ കുഞ്ഞു 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 വെസിക്കിൾസ്, റോസെറ്റ് പോലെ എന്നാ പറയുന്നത്, ലൈക്ക് റോസെറ്റ്. ഓക്കെ, ഇനി ആ വരുന്ന സ്കിൻ മൊത്തം നെക്രോട്ടിക് ഒരു ഡാർക്ക് കളറേഷൻ വരും. റീസൺ എന്താ? വെസൽ ബ്ലോക്കേജ്, അവിടെ കുറെ ബ്ലഡ് സപ്ലൈ ഒക്കെ ബ്ലോക്ക് ആയി. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡിസീസ് സ്പ്രെഡ് ആവും, അഡ്ജസന്റ് സ്കിന്നിലേക്കൊക്കെ റാപ്പിഡ് ആയിട്ട് സ്പ്രെഡ് ആവും. ആൻഡ് ദ പേഷ്യന്റ് ഇസ് ടോക്സിക്. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കാണ് വരാൻ ചാൻസ്, കോമൺ ഇൻ ഡയബറ്റിക്. സോ ഡയബറ്റിക് ആണെങ്കിൽ യു ക്യാൻ സീ കീറ്റോട്ടിക് ബോഡീസ്. ഓക്കെ, ദിസ് ഇസ് എ പെത്തോളജി. ഇൻവെസ്റ്റിഗേഷൻ എന്താ? നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സിൽ തന്നെ ഇൻവെസ്റ്റിഗേഷൻ പറയാം. ഡയബറ്റിക് പേഷ്യന്റ് അല്ലേ, സോ യു ഗോ ഫോർ യൂറിൻ ഷുഗർ, കീറ്റോൺ ബോഡി, ബ്ലഡ് ഷുഗർ, ആൻഡ് ഡിസ്ചാർജ് ഉള്ളതുകൊണ്ട് ഡിസ്ചാർജ് ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. പിന്നെ ട്രീറ്റ്മെന്റ് എന്താ പറയുന്നത്? ഡയബറ്റിക് പേഷ്യന്റ് ആയതുകൊണ്ട് കൺട്രോൾ ഓഫ് ഡയബറ്റിസ് ആൻഡ് ആന്റിബയോട്ടിക്, പെൻസിലിൻ, സെഫലോസ്പോറിൻ. പിന്നെ ഡ്രൈനേജ് ഓഫ് ഒരു ക്രൂഷിയേറ്റ് ഇൻസിഷൻ ഇട്ടിട്ട് ഡ്രൈനേജ് ചെയ്യുക. ഡിബ്രൈഡ്മെന്റ് ഓഫ് ദ ഡെഡ് ടിഷ്യൂ വൺസ് വൂണ്ട്. പിന്നെ വെരി സിവിയർ വൂണ്ട് ഒക്കെയാണ് ഗ്രാനുലേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേണമെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ സ്കിൻ ഗ്രാഫ്റ്റിംഗ്. അത്രയേ ഉള്ളൂ കാർബങ്കിൾ. കാർബങ്കിൾ എന്ന് പറയുമ്പോൾ വേർഡ് ആലോചിക്കുക, ചാർക്കോൾ. ചാർക്കോൾ എന്ന് പറയാൻ കാര്യം ഒരു ഗാംഗ്രീനസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണ്. ഏത് ഓർഗാനിസം? സ്റ്റഫൈലോകോക്കസ് ഓറിയസ്. കോമൺ ആർക്കാ വരുന്നത്? ഡയബറ്റിക്കിൽ എബവ് 40 ഇയേഴ്സ്. പിന്നെ മെയിൽസിനകത്താണ് കോമൺ. ആ പെത്തോളജി ഉണ്ടല്ലോ, ഇൻഫെക്ഷൻ വന്നു, അതൊരു സീവ് ലൈക്ക് പാറ്റേൺ ആയി, ഫൈനലി ഡിസ്ചാർജിങ് സൈനസ് ആയി, ആ റീജൻ മൊത്തം സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റും ഓർക്കാൻ, ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു, അപ്പൊ അതിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് എന്തൊക്കെയാ, അത് വെച്ചിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ കാർബങ്കിൾ. ഈ ഫിഗർ കണ്ടോ? ബാക്ക് സൈഡ് ഓഫ് ദ ബോഡിയിലാണ് എഫക്ട് ചെയ്തേക്കുന്നത്. ആ കാർബങ്കിളാ കാണിച്ചേക്കുന്നത്. കണ്ടോ ഇത്? ഇത് കണ്ടോ? നേപ്പ് ഓഫ് നെക്ക്. അതും കണ്ടോ? നെക്കിന്റെ ബാക്കിലാണ് വന്നിരിക്കുന്നത്. അതാണ് നേപ്പ് ഓഫ് നെക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് തേർഡ് ടോപ്പിക് എന്നത് ടെറ്റനസ്. മനസ്സിലായോ? ഇത് കാർബങ്കിൾ മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ലടാ. ഓക്കെ, അപ്പൊ ടെറ്റനസ് പറയാം. ടെറ്റനസ് ഒരു കുറച്ചും കൂടി വലിയ ടോപ്പിക് ആണ്, വേഗം പറയാം. അപ്പൊ ടെറ്റനസ് എന്ന് വെച്ചാൽ നമുക്ക് ആക്ച്വലി അറിയാവുന്ന ഒരു കണ്ടീഷൻ ആണ്. കോസ് ചെയ്യുന്ന ഓർഗാനിസം എന്താ? ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ്. ഞാൻ അതിനകത്ത് ഫുൾ നോട്ട് എഴുതിയിട്ടില്ലേ, കുറച്ച് വലുതായിട്ട് എനിക്ക് എഴുതാൻ മടിയായിരുന്നു, ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളൂ. അപ്പൊ പോയിന്റ്സ് പറയാം. ടെറ്റനസ് എന്ന് പറയുമ്പോൾ കോസ് ചെയ്യുന്ന ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ്. എപ്പോഴും ടെറ്റനി എന്നൊരു ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ എല്ലാം ഓവർ ആയിരിക്കും. അതായത് റിഫ്ലക്സ് ആണെങ്കിലും മസിലിന്റെ സ്പാസം ആണെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാം കൂടുതലായിരിക്കും. അതാണ് ടെറ്റനസിന്റെ സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇൻഫെക്റ്റീവ് കണ്ടീഷൻ കോസ്ഡ് ബൈ ക്ലോസ്ട്രിഡിയം ടെറ്റനി. മസിൽ സ്പാസം, ടോണിക് ക്ലോണിക് കൺവൾഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഇനി ഇനി പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? പ്രീഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നെന്ന് വെച്ചാൽ മുന്നേ ടി ടി എടുത്തിട്ടില്ല, പ്രയർ ടെറ്റനസ് ആബ്സെൻസ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും ട്രോമ, ലാസറേഷൻ, ഡീപ്പ് വൂണ്ട്, ക്രഷ് വൂണ്ട്, അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് വരിക. അല്ലെങ്കിൽ ഈ ടാറ്റൂയിങ് ചെയ്യുന്നവരില്ലേ, അവർക്കൊക്കെ ആയിരിക്കും ഇൻസ്ട്രുമെന്റ് ഇഞ്ചുറി ഒക്കെ വന്നിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഓർഗാനിസം എന്താണെന്ന് അറിയാലോ, ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഇനി ടോക്സിൻ ഏതാണ്? എക്സോടോക്സിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊഡ്യൂസ് എക്സോടോക്സിൻ. എക്സോടോക്സിൻസ് എന്ന് പറയുമ്പോൾ ടെറ്റനോസ്പാസ്മിനും ഉണ്ട്, ടെറ്റനോലൈസിനും ഉണ്ട്. ഈ ടെറ്റനോസ്പാസ്മിൻ ടെറ്റനോലൈസിന്റെ ഡിഫറൻസ് എന്താണെന്നറിയോ? ടെറ്റനോസ്പാസ്മിൻ എന്ന് പറയുമ്പോൾ എഴുതണോ ഇത്?
രണ്ട് ടോക്സിൻസ് ഉണ്ട്. ടെറ്റനോസ്പാസ്മിൻ ഉണ്ട്. ഇവിടെ എഴുതിയാൽ മനസ്സിലാവും. ഞാൻ അല്ലാണ്ട് എഴുതാൻ നോക്കിയതാ. ഒരു മിനിറ്റ്. ഓക്കെ, രണ്ട് ഇതുണ്ട്. നമുക്ക് ടെറ്റനോസ്പാസ്മിൻ ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ടെറ്റനോ ലൈസിൻ ആകാം. ഇത് രണ്ടുമാണ് ടോക്സിൻസ്. അപ്പൊ വേർഡിൽ നിന്ന് ആലോചിച്ച് നോക്കിയാൽ ടെറ്റനോസ്പാസ്മിൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ, സ്പാസം ആയിരിക്കും. അപ്പൊ ഇതെന്താ ഇതിന്റെ പത്തോജൻസിസ് എന്ന് വെച്ചാൽ ഈ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസ് നമുക്ക് അറിയുന്ന സാധനമല്ലേ. അസറ്റൈൽ കൊളീൻ എസ്റ്ററേസിന്റെ ഫംഗ്ഷൻ എന്താ, അസറ്റൈൽ കൊളൈൻ ഡിസ്ട്രോയ് ചെയ്യുന്ന സാധനം. പക്ഷേ ഈ ടെറ്റനോസ്പാസ്മിന്റെ ആക്ഷൻ എന്ന് വെച്ചാൽ അത് ഈ അസറ്റൈൽ കൊളീൻ എസ്റ്ററേസിനെ അങ്ങ് ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും, അസറ്റൈൽ കൊളൈൻ സെക്രീഷൻ കൂടിയിട്ട് അത് ഓവർ എക്സൈറ്റബിലിറ്റി, അതായത് ഹൈപ്പർ എക്സൈറ്റബിലിറ്റി, അതിന്റെ റിസൾട്ട് ആയിട്ട് സ്പാസം ഓഫ് മസിൽ, ടോണിക് ക്ലോണിക് കൺവൾഷൻസ് വരും. സർക്കുലേഷൻ, അത് എത്രയേ ഉള്ളൂ സംഭവം, നമുക്ക് അവിടെ ഓവർ എക്സാഗ്രേഷൻ ഓഫ് ആക്ടിവിറ്റി. അപ്പം ഒന്ന് മസിൽ സ്പാസം വരും, പിന്നെ ടോണിക് ക്ലോണിക് കൺവൾഷൻസ് വരും. പിന്നെ ടെറ്റനോ ലൈസിൻ ആണെങ്കിലോ, ആ വേർഡ് തന്നെ ഉണ്ടല്ലോ, ഹീമോ ലൈസിസ് കോസി. ഇതാണ് പത്തോജെനിസിസ്. പത്തോജെനിസിസ് പറയുമ്പോൾ ടെറ്റനോസ്പാസ്മിൻ, ടെറ്റനോ ലൈസിൻ, ഈ രണ്ട് സാധനങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ആദ്യം മുതലേ പറയുന്ന മെയിൻ സംഭവം എന്താ, എല്ലായിടത്തും ആക്ഷൻസ് കുറച്ച് കൂടുതലാണ്. ഇപ്പൊ ജോയിലൊക്കെ ആണെങ്കിൽ ജോ സ്റ്റിഫ്നെസ് വരും. ക്രിസ്മസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് ലോക്ക് ജോ എന്ന് പറയും. നമുക്ക് മൗത്ത് ഓപ്പൺ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. കാര്യം എന്താ, അവിടുത്തെ മസിൽസിനെല്ലാം സ്പാസം വന്നു. അതുപോലെ ആൻഷ്യസ്നെസ്, സെക്രീഷൻസ് കൂടും, സ്വെറ്റിംഗ് ഉണ്ടാവും, ഹെഡ് ഏക്ക്, സ്ലീപ്ലെസ്നെസ്, അതുപോലെ ഡിസ്ഫേജിയ ഒക്കെ വരും. കാര്യം എന്താ, അവിടുത്തെ മസിൽസിനൊക്കെ സ്പാസം വന്നിട്ട് യു വിൽ ബി ഹാവിംഗ് ഡിസ്ഫേജിയ. പിന്നെ ബ്രീത്തിങ്ങിന് എവിടെയാണെന്നുണ്ടെങ്കിൽ ഡിസ്നി ഉണ്ടായിരിക്കും. എല്ലാം ആക്ടിവിറ്റി കുറച്ച് കൂടുതലാണ്. ഇനി സയൻസ് പറയുമ്പോഴോ, ഒരു ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം പറഞ്ഞു, ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ ക്രിസ്മസ്. ക്രിസ്മസ് എന്താന്ന് മനസ്സിലായോ, ജോ ലോക്ക് ജോ ആയിരിക്കും. അതായത് നമുക്കിങ്ങനെ വാ തുറക്കാൻ പാടായിരിക്കും, ബിക്കോസ് ഓഫ് അവിടുത്തെ മസിൽസിനൊക്കെ സ്പാസം. ഇനി വേറൊരു ഫീച്ചറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കാനുള്ളത്, റൈസസ് സാർഡോണിക്കസ് എന്ന് പറയും. അതെന്തോന്ന് വെച്ചാൽ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഇങ്ങനെ സ്മൈലിംഗ് ഫേസ് ആയിരിക്കും. കാര്യം എന്താ, ഇവിടുത്തെ മസിലിന്, ആ ഫേഷ്യൽ മസിൽസിന് സ്പാസം വന്നിട്ട് എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടെ ആയിരിക്കും പേഷ്യന്റ് ഇരിക്കുന്നത്. ആ ടേം ആണ് റൈസസ് സാർഡോണിക്കസ്. മനസ്സിലായോ അത്? പിന്നെയുള്ള ഒരു ഫീച്ചർ എന്ന് വെച്ചാൽ എല്ലാ മസിൽസിനും സ്പാസം ആൻഡ് റിജിഡിറ്റി, ഹൈപ്പർ റിഫ്ലെക്സ്. ഈ ടേം ഓർത്ത് വെച്ചാൽ മതി. എല്ലായിടത്തും സ്പാസം, പിന്നെ റിഫ്ലെക്സ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പർ റിഫ്ലെക്സ് കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ഫീച്ചർ പറയുമ്പോൾ ടോണിക് ക്ലോണിക് കൺവൾഷൻസ് ഉണ്ട്, അബ്ഡമിനൽ വോൾ റിജിഡിറ്റി ഉണ്ട്. പിന്നെ ഒരു ഇൻഫെക്ഷൻ അല്ലേ, അപ്പൊ ഇൻഫെക്ഷൻ ആകുമ്പോൾ യു വിൽ ബി ഹാവിംഗ് ഫീവർ ഉണ്ടായിരിക്കും, പിന്നെ ടാക്കിക്കാർഡിയ ഉണ്ടായിരിക്കും. ഇനി യൂറിത്രയുടെ അവിടെ സ്പിഞ്ചറിന് സ്പാസം വരുമ്പോൾ എന്ത് സംഭവിക്കും, റീടെൻഷൻ ഓഫ് യൂറിൻ. അതുപോലെ കാർഡൈറ്റിസ് ഉണ്ട്. എല്ലാം ആസ് എ ഹോൾ നമുക്ക് എല്ലാ മസിൽസിനും, പൾമറി സിസ്റ്റം എടുത്താലും കാർഡിയാക്ക് എടുത്താലും എല്ലായിടത്തും സ്പാസം ഓഫ് ദ മസിൽസ്. അതാണ് സയൻസ് എന്ന് പറയുന്നത്. പിന്നെ സിംറ്റംസ്, എപ്പോഴും പേഷ്യന്റിന് ലൈറ്റോ നോയിസോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ ഈ സിംറ്റംസ് പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് ടേംസ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ഇൻക്യുബേഷൻ പീരിയഡ്. നമുക്ക് അറിയാവുന്ന സ്പോർ കേറിയിട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സിംറ്റംസ് വരാൻ എടുക്കുന്ന ടൈം, അതാണ് ഇൻക്യുബേഷൻ പീരിയഡ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇനി ടൈപ്സ് ഓഫ് ടെറ്റനസ്, അതും ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ടൈപ്സ് എന്ന് വെച്ചാൽ കുറേ ടൈപ്സ് എടുക്കും ഇതിനകത്ത്. ഏർലി ടെറ്റനസ്, ലേറ്റന്റ് ടെറ്റനസ്, ലേറ്റ് ടെറ്റനസ്, ടെറ്റനസ് നിയോനെറ്റേറം, പോസ്റ്റ് ഓപ്പറേറ്റീവ് ടെറ്റനസ്, ഒക്കെ നമ്മൾ കുറേ ടേംസ് നമുക്ക് അറിയാവുന്നതാണ്. ഏർലി എന്ന് പറയുമ്പോൾ ചെറിയ ഇൻക്യുബേഷൻ പീരിയഡ്, പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക. ലേറ്റ് എന്ന് പറയുമ്പോൾ ഇഞ്ചുറി വന്ന് മന്ത്സ് കഴിയുമ്പോഴായിരിക്കും ഇൻഫെക്ഷൻ വരുന്നത്. ടെറ്റനസ് നിയോനേറ്റർ ആകുമ്പോഴത്തേക്കും കുഞ്ഞു കുട്ടികൾക്ക്, നിയോനേറ്റ്സിന് വരുന്ന ഇൻഫെക്ഷനാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ടെറ്റനസ് എന്താ, നമ്മൾ ചെയ്യുന്ന മെഷേഴ്സ് പ്രോപ്പർ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്നതാണ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ടെറ്റനസ്. അത് ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്തൊരു ടേം എന്ന് വെച്ചാൽ ഡിഫറെന്റ് പോസ്റ്റേഴ്സ് ഇൻ ടെറ്റനസ്. ടെറ്റനസ് ഉള്ള ഒരു പേഷ്യന്റിന് പല പോസ്റ്റേഴ്സ് വരാം. ഒന്നെന്ന് വെച്ചാൽ ഇതെന്താ, അതൊരു സ്ട്രൈറ്റ് ലൈൻ അല്ലേ, അപ്പം സ്ട്രൈറ്റ് ആയിട്ടുള്ള പോസ്റ്റർ, അതിന് പറയുന്ന വേർഡ് എന്താന്ന് വെച്ചാൽ ഓർത്തോടോണസ് എന്നാണ് പറയുന്നത്. അതായത് സ്ട്രൈറ്റ് പോസ്റ്റർ. ഇങ്ങനെ ഓർത്താൽ മതി. നമ്മൾ സ്ട്രൈറ്റ് എഴുതുന്ന സ്പെല്ലിങ് TR എന്നല്ലേ, ഓർത്തോ ആകുമ്പോൾ RT. ഓക്കെ, എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് പോസ്റ്റർ. അടുത്തെന്ന് വെച്ചാൽ ഒപ്പിസ്തോടോണസ്, അതായത് ബാക്ക്വേർഡ് പോസ്റ്റർ. ഇങ്ങനെ ആയിരിക്കും അയാളുടെ അപ്പിയറൻസ്, ബാക്ക്വേർഡ് പോസ്റ്റർ. അതിന്റെ ടേർഡ് ഒപ്പിസ്തോടോണസ് എന്നാണ്. അപ്പൊ അത് ഓർക്കാൻ വേണ്ടി ഈ പിയും ബാക്ക്വേർഡിന്റെ ബിയും ഓർത്താൽ മതി. ദാറ്റ് ഇസ് ഒപ്പിസ്തോടോണസ്. അടുത്ത പോസ്റ്റർ എന്ന് വെച്ചാൽ ഫോർവേഡ് പോസ്റ്റർ. ഇങ്ങനെ ഇത് നേരെ തലതിരിഞ്ഞിരിക്കും. ഓക്കെ, നേരെ തിരിച്ച് ഫോർവേഡ് പോസ്റ്റർ. അതിന് പറയുന്ന ടേം ഞാൻ മായ്ക്കാണ്. അതിന്റെ ടേം എന്ന് വെച്ചാൽ എംപ്രോസ്തോടോണസ് എന്ന് പറയും. അപ്പൊ അത് വെച്ചിട്ട് ഫോർവേഡ് പോസ്റ്റർ, EF എന്ന് ഓർത്ത് വെച്ചാൽ മതി, എംപ്രോസ്തോടോണസ്. ഓക്കെ, ലാസ്റ്റ് ഒരു പോസ്റ്ററും കൂടിയുണ്ട്. അതെന്ന് വെച്ചാൽ ഇങ്ങനെ, അതായത് ലാറ്ററൽ പോസ്റ്റർ. ലാറ്ററലിന്റെ ടേം എന്താന്ന് വെച്ചാൽ
പ്ലൂറോസ്റ്റോട്ടോണസ്. അതിന് എൽ ഓർത്താൽ മതി. ദാ ഈ പ്ലൂറോസ്റ്റോട്ടോണസ്. ഓക്കെ, ലാറ്ററൽ പോസ്റ്റർ. മനസ്സിലായോ? ടേം ജസ്റ്റ് ഓർത്താൽ മതി. ഒപ്പിസ്തോട്ടോണസ്, ഓർത്തോട്ടോണസ്, എംബ്രോസ്റ്റോട്ടോണസ്, പ്ലൂറോസ്റ്റോട്ടോണസ്. പറയണോ? അത് പറയണോടാ? പറയണം എന്നാണോ വേണ്ടെന്നാണോ? പറയണോ? പറയണം. ഓക്കെ, ഇതെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് പോസ്റ്റർ. സ്ട്രൈറ്റിന്റെ ടേം എന്ന് വെച്ചാൽ ഓർത്തോ. ഓക്കെ, ഓർത്തോളണം. സ്ട്രൈറ്റ് പോസ്റ്റർ അയാൾക്ക് നേരെ തന്നെ ഇരിക്കുക. അത് ഒന്നെങ്കിൽ നമ്മൾ സ്പെല്ലിംഗ് വെച്ച് ഓർക്കുക. ടേം ഓർക്കാൻ വേണ്ടി ഞാൻ ആ സ്പെല്ലിംഗ് പറഞ്ഞത് RTTR. ഓക്കെ, അത് മനസ്സിലായല്ലോ? ഓർത്തോട്ടോണസ്, സ്ട്രൈറ്റ് പോസ്റ്റർ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ബാക്ക്വേർഡ് പോസ്റ്റർ. അതായത് ഇതാണ് സ്ട്രൈറ്റ് വരെയെങ്കിൽ ഇങ്ങനെ ബാക്ക്വേർഡ് ആയിരിക്കും പോസ്റ്റർ. ഇത്രയും പൊക്കമില്ല കേട്ടോ, ചെറിയ വളവേ. ഒപ്പിസ്തോട്ടോണസ് എന്ന് വെച്ചാൽ ബാക്ക്വേർഡ് പോസ്റ്റർ. അപ്പൊ അത് ഓർക്കാൻ വേണ്ടിയിട്ട് ആ ഒപ്പിസ്തോന്റെ പിയും ബാക്ക്വേർഡിന്റെ ബിയും കൂടെ ഓർത്താൽ മതി. ഒപ്പിസ്തോട്ടോണസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇത് സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഫോർവേഡ് പോസ്റ്റർ. അതിന്റെ ടേം എന്ന് വെച്ചാൽ എംപ്രോസ്തോട്ടോണസ് എന്ന് പറയും. അത് ഓർക്കാൻ വേണ്ടി EF ഫോർവേഡ് പോസ്റ്റർ. ഇയും എഫും കൂടെ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ലാസ്റ്റ് ഒരു പോസ്റ്ററും കൂടെ ഉണ്ട്, ഇങ്ങനെ ഒരു സൈഡിലായിട്ടിരിക്കും. അതായത് ലാറ്ററൽ ബെൻഡ്. ലാറ്ററലിന്റെ ടേം ആണ് പ്ലൂറോസ്റ്റോട്ടോണസ്. അതെന്ന് വെച്ചാൽ എൽ ഓർത്താതി, ലാറ്ററൽ ബെൻഡ്. ഇതും എൽ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് സ്റ്റേജിങ് ഓഫ് ടെറ്റനസ് എന്നൊരു സംഭവം ഉണ്ട്. സ്റ്റേജിങ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. മൈൽഡ്ലി ഇല്ലാകാം, ചെറിയ തോതിൽ മൈൽഡ്ലി ഇല്ലുണ്ട്. പിന്നെ സീരിയസ്ലി ഇൽ പേഷ്യൻ്റ് ആകാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഡേഞ്ചറസ്ലി ഇല്ലാകാം. അത് എന്താണ്, ഇപ്പം മൈൽഡ് ഇല്ലെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി റിജിഡിറ്റി, സ്പാസം, ട്രിസ്മസ്, ഡിഫറെന്റ് പോസ്റ്റേഴ്സ്. സീരിയസ് ഇല്ലെന്ന് പറയുമ്പോൾ ഈ ഫീച്ചേഴ്സ് കുറച്ചും കൂടെ കൂടുക, ലൈക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ഡിസ്ഫേജി ഒക്കെ വരിക. ഡേഞ്ചറസ്ലി ഇല്ലെന്ന് പറയുമ്പോൾ എന്താ, റെസ്പിറേറ്ററി ഫെയിലിയർ ആകുക, ടോണിക് ക്ലോണിക് കൺവൾഷൻ, സൈനോസിസ്, അങ്ങനെ സീരിയസ് എൻഡ് സ്റ്റേജിലേക്ക് എത്തുക. അതാണ് സ്റ്റേജിങ്. സ്റ്റേജിങ് ഓഫ് ടെറ്റനസ് എന്ന് പറഞ്ഞാൽ മൈൽഡ്, സീരിയസ്, ഡേഞ്ചറസ്ലി, 3 സ്റ്റേജ് ഉണ്ട്. പിന്നെ അറിയേണ്ടതെന്ന് വെച്ചാൽ കോംപ്ലിക്കേഷൻസ്. കോംപ്ലിക്കേഷൻ നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമുക്ക് കോംപ്ലിക്കേഷൻസ് പറയാൻ പറ്റും. എന്തായിരിക്കും? ഈ ബോണിനൊക്കെ സ്പാസും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് വെച്ച് പറഞ്ഞാൽ ഒന്ന് ഫ്രാക്ചർ ഓഫ് ബോൺസ്, ബോണിന്റെ അവിടെ ഫ്രാക്ചർ വരാം, ഹെമറ്റോമ. പിന്നെ റെസ്പിറേറ്ററിയിൽ എന്തൊക്കെയാ വന്നത്? ആസ്പിറേഷൻ, ന്യൂമോണിയ, റെസ്പിറേറ്ററി ഫെയിലിയർ. കാരണം അവിടുത്തെ എല്ലാ മസിൽസ് സ്പാസ് അല്ലേ. അപ്പൊ റെസ്പിറേറ്ററി ഫെയിലിയർ, ARDS. കാർഡിയക് സിസ്റ്റത്തിനകത്താണെങ്കിലോ കാർഡിയക് എറിത്മിയ വരാം. പിന്നെ DVT, എംബോളിസം, ടോക്സീമിയ, സെപ്റ്റിസീമിയ. ഈ കൺവൾഷൻസ്, ഓവർ കൺവൾഷൻസ് ആകുമ്പോൾ കോമ, ഡെത്ത്. ഇതൊക്കെ നമ്മൾ ആ പറഞ്ഞ ഫീച്ചേഴ്സ് സ്പാസം വെച്ചിട്ട് കോംപ്ലിക്കേഷൻസ് ആലോചിക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് അബൌട്ട് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഈ പറഞ്ഞ ഫീച്ചേഴ്സ് വരുന്ന മറ്റ് കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ആലോചിക്കാം. ഏതൊക്കെയാണ്? ഒന്നെന്ന് വെച്ചാൽ സ്ട്രിച്നിൻ പോയ്സണിങ്. ഓക്കെ, ഏതൊക്കെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് എന്തൊക്കെയാ? ഒന്ന് സ്ട്രിച്നിൻ പോയ്സണിങ്, ഇതേപോലെ ഫീച്ചേഴ്സ് കാണും. പിന്നെന്താ? മെനിഞ്ചൈറ്റിസ് ഉണ്ട്, ഹൈഡ്രോഫോബിയ ആൻഡ് കൺവൾസീവ് ഡിസോർഡേഴ്സ്. ഇത്രയും കണ്ടീഷൻസ് ആണ് ഡിഫറൻഷ്യൽ ഡയഗ്നോസ്. ഇതുപോലെ ഫീച്ചേഴ്സ് വരുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് ആലോചിച്ചാൽ മതി. സ്ട്രിച്നിൻ പോയ്സണിങ്, മെനിഞ്ചൈറ്റിസ്, ഹൈഡ്രോഫോബിയ, കൺവൾസീവ് ഡിസോർഡേഴ്സ്. ഓക്കെ, ഇനി കോസ് ഓഫ് ഡെത്ത് എന്തൊക്കെയാ? എന്തായിരിക്കും ഡെത്ത് വരാനുള്ള കാര്യം? റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ട്, പിന്നെന്താ? കാർഡൈറ്റിസ് ഉണ്ട്. ഇതൊക്കെയാണ് റീസൺസ് ഫോർ ഡെത്ത്. ARDS, ന്യൂമോണിയ, റെസ്പിറേറ്ററി ഫെയിലിയർ ആർ ദ റീസൺസ് ഫോർ ഡെത്ത്. കേൾക്കുന്നുണ്ടോടാ? ഓക്കെ, ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്? ട്രീറ്റ്മെന്റ് എന്താ ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ പറഞ്ഞ കാര്യമുണ്ട്, പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യേണ്ടത് ഐസൊലേറ്റഡ് ഡാർക്ക് ക്വയറ്റ് റൂമിലായിരിക്കണം. പിന്നെ പേഷ്യന്റിന് കൊടുക്കുന്ന സാധനം എന്താ? ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ കൊടുക്കണം. ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ ഇൻട്രാമസ്കുലർ ആയിട്ടാണ് ഒരു സിംഗിൾ ഡോസ് കൊടുത്താൽ മതി. 3000 യൂണിറ്റ്സ് സിംഗിൾ ഡോസ് ആണ് കൊടുക്കുന്നത്. ഇനി ഇത് ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ ആയതുകൊണ്ട് തന്നെ ടെസ്റ്റ് ഡോസിന്റെ ആവശ്യമില്ല. കാര്യം എന്താ? ഹ്യൂമൻ ഗ്ലോബുലിൻ അല്ലേ, അപ്പൊ നമുക്ക് ടെസ്റ്റ് ഡോസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് ടോക്സിൻസിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ കൊടുക്കുന്നത്. അതേസമയം സെക്കൻഡ്, നമുക്കിപ്പോൾ ഈ പേഷ്യന്റിന് അഫോർഡബിൾ അല്ല, ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ആന്റി ടെറ്റനസ് സിറം. സിറം ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യണം? ടെസ്റ്റ് ഡോസ് കൊടുക്കണം. കാര്യം അത് ഹോഴ്സിന്റെ സിറം ആണ്. അപ്പൊ യു ഗോ ഫോർ എ ടെസ്റ്റ് ഡോസ്. IV ആയിട്ട് ടെസ്റ്റ് ഡോസ് കൊടുക്കുക. ടെസ്റ്റ് ഡോസ് കൊടുക്കുന്നത് 1000 യൂണിറ്റ് ആണ് ടെസ്റ്റ് ഡോസ് കൊടുക്കുക. അതിനുശേഷം എത്ര യൂണിറ്റ് കൊടുക്കണം പേഷ്യന്റിന്? 1 lakh യൂണിറ്റ് കൊടുക്കണം ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. ആ 1 lakh യൂണിറ്റിൽ ഹാഫ് ഇൻട്രാമസ്കുലർ ആയിട്ട് കൊടുക്കുക, ബാക്കി ഹാഫ് IV ആയിട്ട് കൊടുക്കുക. ഇതാണ് ആന്റി ടെറ്റനസ് സിറം. പിന്നെ സാധാരണ ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. വൂണ്ട് ഡിബ്രൈഡ്മെന്റ് ഉണ്ട്, പസ് ഡ്രെയിൻ ചെയ്യണം, ഇഞ്ചക്ഷൻ ഓഫ് ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ. പിന്നെ എന്താ, ഫുഡ് കഴിക്കാനോ ഒന്നും പറ്റത്തില്ലല്ലോ, റെസ്പിറേഷൻ പറ്റുന്നില്ല, സ്പാസം അല്ലേ ഇല്ല, അപ്പൊ റൈൽസ് ട്യൂബ് ഇടുക. പിന്നെ യുറീത്രൽ പ്രശ്നം ഉള്ളതുകൊണ്ട് കത്തീട്രൈസേഷൻ ചെയ്യുക, IV ഫ്ലൂയിഡ്സ്, ഇലക്ട്രോലൈറ്റ് ബാലൻസ്,
TPN, ടോട്ടൽ പാരലൽ ന്യൂട്രീഷൻ. ടെറ്റനസ് ഇനി ഇതിപ്പോ ഒരാൾക്ക് ഒരു തവണ ഇൻഫെക്ഷൻ വന്നു എന്നും പറഞ്ഞിട്ട് പിന്നെ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കുമെന്ന് വെച്ചാൽ അങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടുന്ന സാധനമല്ല ടെറ്റനസ്. അതുകൊണ്ട് TT എടുക്കുക. ടെറ്റനസ് ടോക്സോഡ് കൊടുക്കണം. അതിന്റെ ഡോസ് അറിയാലോ. ഫസ്റ്റ് ഡോസ് 1 മന്ത് കഴിഞ്ഞ് സെക്കൻഡ് ഡോസ്, 6 മന്ത് കഴിഞ്ഞിട്ട് തേർഡ് ഡോസ്. പിന്നെ 4 ഇയേഴ്സ് കൂടുമ്പോൾ വേണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കാം ഫോർ ഇമ്മ്യൂണിറ്റി. ഇനി എക്സ്ട്രാ കൊടുക്കുന്ന സാധനങ്ങൾ എന്താ, ഈ കൺവൾഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് യു പ്രിഫർ അതർ ഡ്രഗ്സ് ലൈക്ക് ഡൈസിപ്പാം, ഫിനോബാർബിറ്റോൺ, ക്ലോർപ്രൊമാസിൻ ഇതൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഇൻറ്റുബേഷൻ ചെയ്യും. റെസ്പിറേറ്ററി പ്രശ്നമൊക്കെ ഉള്ള ഒരാൾക്കാണെങ്കിൽ ട്രക്യൂസ്റ്റോമി, ഇൻറ്റുബേഷൻ ഉണ്ട്. ഗുഡ് നഴ്സിംഗ് കെയർ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റിറോയിഡ്സ്, കാർഡൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ യു ഗോ ഫോർ സ്റ്റിറോയിഡ്സ്. ഇത്രയാണ് ട്രീറ്റ്മെന്റിനകത്ത് വരുന്നത്. പിന്നെ പ്രൊഫൈലാക്സിസ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അഡൽട്ടിനകത്ത് നമ്മൾ TT എടുക്കുമ്പോൾ എങ്ങനെ എടുക്കുന്നത്, ഇപ്പൊ പറഞ്ഞ സംഭവമില്ലേ, 1 മന്ത് ഗ്യാപ്പിൽ ഫസ്റ്റ് 2 ഡോസ് എടുക്കുക. പിന്നെ യു ഗോ ഫോർ 6 മന്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ബൂസ്റ്റർ ഡോസ് എടുക്കുക. എത്ര എടുക്കുന്നതെന്ന് അറിയോ, നമ്മൾ 0.5 ml ആണ് ഡെൽറ്റോയിഡിലാണ് എടുക്കുന്നത്, ഇൻട്രാമസ്കുലർ ആയിട്ടാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ അഡൽട്ട് എടുക്കുന്നത്. കുട്ടികൾക്കാണെങ്കിൽ എങ്ങനെ കൊടുക്കുന്നത്, മറ്റേ നമ്മൾ DPT പഠിച്ചിട്ടില്ലേ, 6, 10, 40, അതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പിന്നെ പ്രഗ്നൻസിയിൽ കൊടുക്കുമല്ലോ 2 ഡോസ് ഓഫ് TT, 4 to 6 മന്തിൽ പ്രഗ്നൻസിയിൽ കൊടുക്കാറുണ്ട്. പിന്നെ പ്രൊഫൈലാക്സിസ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്ന് പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ യു ഗോ ഫോർ ആന്റി ടെറ്റനസ് ഗ്ലോബുലിൻ. അത് അഫോർഡബിൾ അല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രിഫർ വാട്ട്, ഈ പറഞ്ഞ പോലെ എന്താണ് മറ്റേ ആന്റി ടെറ്റനസ് സിറം കൊടുക്കാം. സിറം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഇത് കാണാമോ, ടെറ്റനസിന്റെ നോട്ട് കാണാമോ? ഓക്കെ, അപ്പൊ പെട്ടെന്ന് നോക്കി ടെറ്റനസിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ പറഞ്ഞതെന്ന് പറ. ഫസ്റ്റ് ടെറ്റനസ് പറഞ്ഞു. ഓർഗാനിസം എന്താ, ക്ലോസ്ട്രിഡിയം ആണ് ഓർഗാനിസം. ടോക്സിൻസ് എന്തൊക്കെയാണ്, എൻഡോടോക്സിൻസ് ആണ്. ടെറ്റനോസ്പാസ്മിൻ ഉണ്ട്, ടെറ്റനോലൈസിൻ ഉണ്ട്. സ്പാസ്മിൻ എന്ന് പറയുമ്പോൾ വേർഡ് തന്നെ ഉണ്ട്, എപ്പോഴും സ്പാസം കോസ് ചെയ്യുക, ഹൈപ്പർ എക്സൈറ്റബിലിറ്റി, ടോണിക് ക്ലോണിക് കൺവൾഷൻസ് ആയിരിക്കും. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് സയൻസിനകത്ത് എന്തൊക്കെയാ പറയാ, ട്രിസ്മസ് ഉണ്ട്, കണ്ടോ ട്രിസ്മസ് ഉണ്ട്, ജോ സ്റ്റിഫ്നെസ് ഉണ്ട്, സ്വെറ്റിംഗ്, ഡിസ്പേജിയ, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ സയൻസ് ആണെങ്കിലും ആ റൈസസ് സാർഡോണിക്കസ് എന്ന് വെച്ചാൽ സ്മൈലിംഗ് ഫേഷ്യസ് ആയിട്ടായിരിക്കും പേഷ്യന്റ് വരുന്നത്. എല്ലാ മസിൽസിനും സ്പാസം, ഹൈപ്പർ റിഫ്ലെക്സ്, കൺവൾഷൻസ്, അബ്ഡമിനൽ വോൾ റിജിഡിറ്റി, കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, ഞാൻ എല്ലാം എഴുതിയിട്ടില്ല കേട്ടോ. പിന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ടെറ്റനസ് ഉണ്ട്, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി. ഏർലി, ലേറ്റ്, അങ്ങനെ കുറെ സംഭവം. പോസ്റ്റേഴ്സ് കണ്ടോ, എഴുതി വെച്ചിട്ടുണ്ട്. ബാക്ക്വേർഡിനാണെങ്കിൽ ഒപ്പിസ്തോട്ടോണസ്, സ്ട്രൈറ്റ് ആണെങ്കിൽ ഓർത്തോട്ടോണസ്, ഫോർവേഡ് ആണെങ്കിൽ എംപ്രോസ്തോട്ടോണസ്. ആ EF ആലോചിച്ചാൽ മതി. പ്ലൂറോസ്തോട്ടോണസ് എല്ല് വരുമ്പോൾ ലാറ്ററൽ ബെൻഡ് ആയിരിക്കും. ഓക്കെ, ഇനി പിന്നെ എന്താ പറഞ്ഞേ, അത് കഴിഞ്ഞിട്ട് സ്റ്റേജിങ് നമ്മൾ പറഞ്ഞു. മൈൽഡ്ലി ഇല്ലുണ്ട്, സീരിയസ്ലി ഇല്ലുണ്ട്, ഡേഞ്ചറസ്ലി ഇല്ല. അതാണ് ഈ 3 സ്റ്റേജിങ് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഡിഫറൻഷ്യൽ ഡയഗ്നോസ് എന്ന് വെച്ചാൽ സ്ട്രിച്നിൻ പോയ്സണിങ്, മെനിഞ്ചൈറ്റിസ്, ഹൈഡ്രോഫോബിയ, കൺവൾസീവ് ഡിസോർഡേഴ്സ് ആകാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ട്രീറ്റ്മെന്റ് ആണ്. അതായത് ഒരു ടേബിൾ ഉണ്ട്, ജസ്റ്റ് ഇങ്ങനെ നോക്കി ആദ്യം പേഷ്യന്റ് ഐസൊലേറ്റ് ചെയ്യുക, നോയ്സ് ആൻഡ് ലൈറ്റ് അവോയ്ഡ് ചെയ്യുക. ഗ്ലോബുലിൻ 3000 യൂണിറ്റ്. ടെറ്റനസ് സിറം ആണെങ്കിൽ എത്ര കൊടുക്കേണ്ടത്, 50,000 ഇൻട്രാമസ്കുലർ, 50,000 IV ആയിട്ട് ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ട് വേണം നമ്മളിത് കൊടുക്കാൻ. ആന്റിബയോട്ടിക് ഏതൊക്കെയാണ്, ടെറ്റനസ്. പിന്നെ TT എടുക്കുന്ന ഡോസ് ഡെൽറ്റോയിഡ് മസില്. പിന്നെ എന്താ, ടോട്ടൽ പാരന്യൂട്രീഷൻ, കത്തീട്രൈസേഷൻ, പിന്നെ സക്ഷൻ ഓഫ് ത്രോട്ട്, ഓക്സിജൻ, ട്രക്യൂസ്റ്റമി, ഇതെല്ലാം പറയാം. സാധാരണ ഒരു പേഷ്യന്റ് നമ്മൾ ത്രൂ ഔട്ട് ഫീച്ചേഴ്സ് നോക്കിയിട്ട് ഫുൾ മാനേജ്മെന്റ് എന്തൊക്കെയാ, ട്രീറ്റ്മെന്റ് എന്താന്ന് പറയാം. സ്പെസിഫിക് മെഷേഴ്സിനകത്താണ് IV ഡൈസിപ്പാം, ഫിനോബാർബിറ്റോൺ, ക്ലോർപ്രൊമാസിൻ, എൻഡോട്രക്കിൽ ഇൻറ്റുബേഷൻ, സ്റ്റീറോയിഡ്സ്, ബ്രോങ്കോഡൈലേറ്റസ്, ഇതൊക്കെയാണ് സ്പെസിഫിക് മെഷേഴ്സ്. ഫീച്ചേഴ്സ് എന്താണെന്ന് ആലോചിച്ചിട്ട് ട്രീറ്റ്മെന്റ് പറയാം. ആൻഡ് ഈ ഫിഗർ കണ്ടോ, ഇതാണ് റൈസസ് സാർഡോണിക്കസ്. ആ പേഷ്യന്റിന് ഒരു സ്മൈലിംഗ് ഫേസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇത്രയാണ് ടെറ്റനസിനകത്തുള്ളത്. മനസ്സിലായോ? ഇത് നോക്കിക്കോ, ഇത് 3ആയിരുന്നു ടോപ്പിക്. മധുര ഫോർട്ട്, ആ ഫിഗർ. പിന്നെ ഇത് കാർബങ്കിൾ, വേർഡ് ചാർക്കോൾ ആലോചിക്കുക. ഇതാണ് ഫിഗർ, നേപ്പ് ഓഫ് നെക്കിലും ബാക്കിലൊക്കെ വരുന്ന സംഭവം. ആൻഡ് ലാസ്റ്റ് ടെറ്റനസ്, ഏത് ഓർഗാനിസം ആണ്, മെഷേഴ്സ്, ട്രീറ്റ്മെന്റ്, പ്രൊഫൈലാക്സിസ്, ഫീച്ചേഴ്സ് ഒക്കെ. ക്ലിയർ ആയോ? എന്തെങ്കിലും പറയണോ? ഈ ടെറ്റനസിന് ഡയഗ്നോസിസ് ഇല്ലല്ലോ, ഇൻവെസ്റ്റിഗേഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല. എനിക്കൊന്നും എന്തായാലും ഒരു ഇഞ്ചുറി ഒക്കെ ആയിട്ട് പേഷ്യന്റ് വരുമ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വെച്ചിട്ട് തന്നെ ആയിരിക്കും പറയുന്നത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് കുറെ ഉണ്ടല്ലോ, സയൻസിനകത്ത് ഒരുപാടുണ്ട്. വേറെ ഡയഗ്നോസിസ്, ഇൻവെസ്റ്റിഗേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ട്രീറ്റ്മെന്റ് ആണ് കുറെ കൊടുത്തിട്ടുള്ളത്. ജനറൽ മെഷേഴ്സ്, സ്പെസിഫിക് മെഷേഴ്സ്, പിന്നെ പ്രൊഫൈലാക്റ്റിക് അഗൈൻസ്റ്റ് ടെറ്റനസ്, അങ്ങനെ 3 ഹെഡിങ് ആയിട്ട് എഴുതാം. അത്രേ ഉള്ളൂ, വേറെ ഡയഗ്നോസിസ് ഒന്നും ഇല്ല. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് തന്നെ ഉണ്ടല്ലോ, സ്മൈലിംഗ് ഫേസും പിന്നെ സ്പാസം, ട്രിസ്മസ്, റെസ്പിറേറ്ററി പ്രോബ്ലം, ഇതെല്ലാം അതിനകത്തുണ്ട്.
അത്രേ ഉള്ളൂ. ഓക്കെ താങ്ക് യു. ഓക്കെ ബൈ.